not always easy to learn another language, but again, when you have great actors next to you and people helping you, and Pamplisa are also feeding everything to me, um, it wasn't as difficult. So I think it's about trying to be the best listener and trying to do your best in that moment. And even if I feel frustrated, or if I'm not understanding, or if I'm not getting it, having the right people around you, have lots of patience. And for that, I have a lot of respect, and I do appreciate everybody who helped me on this set. My experience was, as usual, amazing. And I love working down here in the South. I think the people here are nothing compared to the rest of India. Just look at this room. Everybody's so calm. They're so collected. So nice. And I think that's what makes it fun. And there were lots of moments when I was working on this set where I didn't understand anything that was happening. And I got very lucky. I worked with some amazing actors. First of all, thank you so much for coming out today. It means a lot to every single person who is a part of this film. You know, when we release a film, we don't see everything that goes behind it, and all the people working, and people staying up 24 hours, you know, working on different editing or the script, or, you know, working with the actors, or people flying in and out, and all the sleep that gets lost when a film is made. So every single person on this film worked really hard, and we're really looking forward to everyone enjoying it. ഡയറക്ടർ എന്നുള്ള നിലയിൽ പാമ്പള്ളിക്ക് നാഷണൽ അവാർഡ് കിട്ടിയൊരു ഡയറക്ടറാണ്. അപ്പോൾ ആൾ നിസ്സാരണക്കാരനല്ല. പാമ്പള്ളിയുടെ രണ്ടാമത്തെ ചിത്രമാണ് അല്ലേ ഈ പടം റിലീസാകാൻ പോകുന്നു. അതിനകത്ത് ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ സിനിമ തന്നെയാണ്. പടം എല്ലാവരും കണ്ട് ആസ്വദിച്ച് വിജയിപ്പിക്കണം എന്നേ ഒരു നടൻ എന്നുള്ള നിലയിൽ എനിക്ക് എളിയ അഭ്യർത്ഥനയുള്ളൂ. പിന്നെ ഇതിനകത്ത് നമ്മുടെ പുറത്തുനിന്നുള്ള ആർട്ടിസ്റ്റ് സണ്ണി ലിയോൺ അഭിനയിക്കുന്നുണ്ട്. സണ്ണി ലിയോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാം, ഹോട്ട് കേക്കാണല്ലോ, അങ്ങനെ പ്രത്യേകതയുണ്ട്. പടത്തിൻ്റെ ലീഡിങ് റോളാണ് സണ്ണി ലിയോൺ. സണ്ണി ലിയോണിൻ്റെ ഐറ്റം നമ്പറിലൊരു മലയാള സിനിമ അല്ല അത് സണ്ണി ലിയോൺ എന്നുള്ള വ്യക്തിയെ നമ്മൾ അറിയാമല്ലോ. ഇപ്പോൾ പുള്ളിക്കാരത്തിനെ കൊണ്ടുവരുമ്പോൾ ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഇത്രയും ഭാഷകളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഇത്ര 5-6 ഭാഷകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു നാഷണൽ ഫിഗറാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പുള്ളിക്കാരത്തെ കൊണ്ടുവന്നിട്ട് നമ്മളൊരു ഐറ്റം സോങ്ങോ അല്ലെങ്കിൽ ഒരു ഐറ്റം നമ്പറോ അല്ല ഇതിനകത്ത് സംവിധായകൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പുള്ളി അതിനകത്ത് ഒരു ക്യാരക്ടറായിട്ട് അവർ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഞാനും ഈ നിങ്ങളുടെ ഇതേ സംശയം ഞാൻ ഇദ്ദേഹത്തിന് ചോദിച്ചു. അപ്പോൾ ഒരു ക്യാരക്ടറായിട്ട് ഞാൻ പിന്നെ ക്യാരക്ടറിനെ കുറിച്ചും കഥയുമായിട്ട് ഞാൻ അധികം മുമ്പോട്ട് പോകത്തെന്ന് വെച്ചാൽ അത് പുള്ളിക്ക് ഇഷ്ടമല്ല. അല്ല, ഞാൻ പറഞ്ഞത് സംവിധായകൻ്റെ ഇഷ്ടമാണല്ലോ. അപ്പോൾ പുള്ളിക്ക് ഇഷ്ടമല്ല. അപ്പോൾ പുള്ളി പറഞ്ഞ വെച്ചിട്ട് എനിക്ക് മനസ്സിലായ കാര്യങ്ങളെന്ന് വെച്ചാൽ ഇതൊരു കഥാപാത്രമായിട്ട് തന്നെയാണ് മാഡത്തിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് പുള്ളിക്കകത്ത് പെർഫോം ചെയ്തിരിക്കുന്നതും. ഞാൻ പുള്ളി എന്നുള്ള വാക്ക് അത് കഴിഞ്ഞോണ്ട് ഉപയോഗിച്ചിട്ട് എനിക്ക് ഒരുപാട് ട്രോള് കിട്ടിയതാണ്. അറിയാതെ വന്നു പോവുക, അറിയാതെ. അങ്ങനെയാണ് എനിക്ക് പിടുത്തം കിട്ടി. അപ്പോൾ അങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്. നന്നായി